ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസങ്ങളിൽ ഷൂട്ട് ചെയ്തതാണ്. അതായത് തലേ ദിവസം രാത്രി മുതൽ പിറ്റേ ദിവസം രാവിലെ വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയ ഒരു വ്ലോഗാണ്. അപ്പോൾ അതാ രാത്രിയിൽ ഫുഡ് കഴിക്കലും കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പാണ് ഉണ്ടാക്കുന്നത്. അതിന് അരി വെള്ളത്തിലിടാൻ വേണ്ടി എടുക്കുകയാണ്. ഞാൻ ഇങ്ങനെയാണ് വെള്ളപ്പം ഉണ്ടാക്കുന്നത്. തലേന്ന് രാത്രി എല്ലാം കൂടി വെള്ളത്തിലിട്ട് വയ്ക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ അരച്ചെടുക്കും. ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് തേങ്ങ, 1/2 ഗ്ലാസ് ചോറ്, കുറച്ച് ഈസ്റ്റ്, 2 സ്പൂൺ പഞ്ചസാര, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി ഏതെങ്കിലും ചൂട് തട്ടുന്ന സ്ഥലത്ത് എടുത്ത് വെക്കണം. ഞാൻ റൈസ് കുക്കറിലാണ് എടുത്ത് വയ്ക്കുന്നത്. അരച്ച് കഴിഞ്ഞിട്ട് അരമണിക്കൂർ റെസ്റ്റ് വെക്കണം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് എപ്പം വേണമെങ്കിലും എടുക്കാം കേട്ടോ. കൂടുതൽ സമയം വെച്ചാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല, നല്ല അപ്പം തന്നെയായിരിക്കും. അപ്പോൾ അതാ റൈസ് കുക്കറിൽ വെച്ച് കൊടുത്തേ. പിന്നെ എന്താ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്തതിന് ശേഷം കിച്ചണിലേക്ക് വന്നതാണ്. നമ്മളെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കിച്ചൺ ഇങ്ങനെ നീറ്റായി കിടക്കുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബായിരിക്കില്ലേ നമുക്കുണ്ടാവുന്നത്. അപ്പോൾ അതാ ആദ്യം തന്നെ നമ്മൾ ഇന്നലെ കുതിർക്കാൻ വെച്ച അപ്പത്തിൻ്റെ കൂട്ടില്ലേ, അത് അരച്ചെടുക്കാനാണ് ഞാൻ പോയത്. അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി റൈസ് കുക്കറിലേക്ക് തന്നെ വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ കുളിച്ചിട്ട് വന്നേ. പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയാണ്. ചായൻ്റെ ഒപ്പം നട്ട്സും കഴിക്കുന്നുണ്ട്. ഈ ശീലം കൊറോണ ടൈമിലുള്ളതാണ്, പിന്നെ ഒഴിവാക്കിയില്ല. നമ്മൾ നട്ട്സുകളൊക്കെ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ഇന്ന് വെള്ളപ്പത്തിന് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട മുട്ടയൊക്കെ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തെ മുട്ടയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാനിത് അതിന് വേണ്ട ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ നന്നാക്കി അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം ഞാനിതാ വെളിച്ചെണ്ണ പെരിജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് പച്ചമുളകും സവാളയും വാട്ടിയെടുക്കുകയാണ്. വെന്ത് വാടിയതിന് ശേഷം അതിലേക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കാളി വെന്ത് വന്നതിന് ശേഷം പൊടികളും ചേർത്ത് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ വെള്ളപ്പമാവൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. വെള്ളപ്പ ചുട്ടെടുക്കുകയാണ്. മുട്ട റോസ്റ്റിലെ വെള്ളമൊക്കെ കുറുകി വന്നതിന് ശേഷം ആ മുട്ടയും ചേർത്ത് കൊടുത്ത് അപ്പോൾ അതാ വെള്ളപ്പവും മുട്ട റോസ്റ്റൊക്കെ ഇവിടെ റെഡിയായേ. അതിന് സുരേട്ടന് കഴിക്കാൻ കൊടുക്കുകയാണ്. അപ്പോൾ അതാ സുരേട്ട ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയേ. അതിനുശേഷം ഞാനും അമ്മും കൂടി ചായ കുടിക്കുകയാണ്. അവളും പോകാൻ റെഡിയായേ. പിന്നെ അവൾ ഇറങ്ങിയതിന് ശേഷം ഞാൻ അലക്കാനാണ് പോയത്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാ ഇപ്പം മാസ്ക് ഇടുന്നതെന്ന്. എനിക്ക് പിഗ്മെൻറ്റേഷൻ വരുന്നുണ്ട്. അതിന് ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞത് മരുന്ന് തേക്കുമ്പോൾ വെയിൽ കൊള്ളാൻ പാടില്ല, മാസ്ക് ഇടണം, തൊപ്പിയിടണം എന്നൊക്കെയാണ്. വീട്ടിൽ നിന്ന് എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ വെയിൽ കൊള്ളാതെ നോക്കും. അഥവാ വെയിലുണ്ടെങ്കിൽ ഞാൻ മാസ്ക് വെക്കാനും ശ്രദ്ധിക്കും കേട്ടോ. ഞാൻ നല്ല ഡ്രസ്സൊന്നും മെഷീനിൽ ഇടൂല കേട്ടോ. കല്ലുമ്മൽ അലക്കി മെഷീനിൽ ഉണക്കുക കേട്ടോ ചെയ്യാറ്.
ഈ വെയിലത്ത് മെഷീനിൽ ഉണക്കുന്നത് എന്തിനാണെന്ന് വിചാരിക്കും. എനിക്ക് മെഷീനിൽ ഉണക്കിയാൽ അരമണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് വേഗം എടുത്ത് മടക്കി വെക്കാമല്ലോ. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത പുതിയ വീഡിയോ ആയി വരുന്നത് വരെ നന്ദി, നമസ്കാരം.